മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും കടന്നാക്രമിച്ച് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സ്വർണ്ണക്കടത്തും മാസപ്പടിയും സഹകരണ ബാങ്ക് ക്രമക്കേടും എണ്ണിപ്പറഞ്ഞ നരേന്ദ്രമോദി സഹകരണ ബാങ്ക് വിഷയത്തിൽ ഒന്നും പറയാതിരുന്ന രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചു. മോദിക്ക് ഒരു വോട്ടെന്നാൽ അഴിമതിക്കെതിരായ വോട്ടെന്നാണെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നത്. പത്മനാഭന്റെ മണ്ണിലെത്തിയതിൽ അഭിമാനമാണെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത്. ജയ് ജയ് പത്മനാഭ. തിരുവനന്തപുരത്തെ എന്റെ സഹോദരി സഹോദരന്മാരെ, കോൺഗ്രസും സിപിഎമ്മും ഭരിച്ച സംസ്ഥാനങ്ങൾ നാശത്തിന്റെ വക്കിലാണെന്നും കേരളവും സമാനമായ സ്ഥിതിയിലാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും കടന്നാക്രമിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികളെ രക്ഷിക്കാൻ ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്തു. CMRലും വീണ വിജയനും ഉൾപ്പെട്ട മാസപ്പടി കേസും നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി. സിപിഎം ഭരണത്തിലുള്ള കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലുമായി 1 ലക്ഷം കോടിയോളം കൊള്ള നടന്നുവെന്നും BJP സർക്കാർ പ്രതികളെ തുറുങ്കിലടയ്ക്കുമെന്നും സാധാരണക്കാരന്റെ നഷ്ടപ്പെട്ട പണം തിരികെ നൽകുമെന്നും നരേന്ദ്രമോദി ഉറപ്പു നൽകി. CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. कितने ही कोऑपरेटिव बैंकों में CPM के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है. जिन लोगों का बैंकों में पैसा डूबा है, इनकी संपत्ति जब्त करके मैं वो पैसे इन गरीबों को वापस कैसे दूं, इस पर मैं काम कर रहा हूं. വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള BJP ദേശീയ നേതൃത്വം കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.